ഹലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രക്ചർ ഓഫ് ഐ ആണ് പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് പറയാനുള്ളത് ഇമേജ് ഫോർമേഷൻ ഓഫ് ദി ഐ എന്നുള്ള കേസും അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് അഡാപ്ഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ദീസ് ഓൾ ആർ ദ ബേസിക് എലമെന്റ്സ് ഓഫ് ദി വിഷ്വൽ പെർസെപ്ഷൻസിന്റെ ബേസിക് എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇനി അതിൽ നമുക്ക് അടുത്ത് പറയാനുള്ളത്, ആദ്യം നമ്മൾ സ്ട്രക്ചർ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇമേജ് ഫോർമേഷൻസ് ഇൻ ദി ഐയിൽ നടക്കുന്ന ഇമേജ് ഫോർമേഷനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഓക്കെ ഓക്കെ അപ്പൊ ഈ ഇമേജ് ഫോർമേഷന്റെ കേസിൽ ഇതിൽ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെയും പറയാനുള്ളത്. ഒരു ഇമേജ് നമ്മുടെ കണ്ണിലൂടെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഇമേജ് ഫോർമേഷൻ ഇൻ ദ ഐ എന്നുള്ള കേസിൽ നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ റിയൽ വേൾഡ്, ഔട്ട്സൈഡ് വേൾഡിലുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മളെ കണ്ണിൽ നമ്മൾ എങ്ങനെ കാണുന്നു, ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇമേജ് ഫോർമേഷൻസ് ഇൻ ദ ഹ്യൂമൺ ഐ എന്നുള്ള കേസിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റാണ് നമ്മൾ കാണുന്നത്. ആ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ കണ്ണിലെ ലെൻസിലൂടെ കണ്ണിലെ റെറ്റിനയിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ്, നമ്മുടെ ഇവിടെ ഒരു ട്രീൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ട്രീൻ്റെ ഒബ്ജക്റ്റ് നമ്മുടെ കണ്ണിലെ ലെൻസിലൂടെ കണ്ണിലെ റെറ്റിനയിൽ വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. ഈ റെറ്റിനയിൽ ഈ ഇമേജ് പതിക്കുന്ന സമയത്ത് ഇതൊരു 2D ഇമേജ് ആയിട്ടാണ് വന്ന് പതിക്കുക. അതേപോലെ തന്നെ ഇത് ഇങ്ങനെ തല തിരിഞ്ഞ മാതിരി ആയിരിക്കും ഉണ്ടാവുക, അതായത് തല കുത്തനായിരിക്കും ഉണ്ടാവുക. അതായത് ഈ ഇമേജിന്റെ നേരെ റിവേഴ്സ് ഡയറക്ഷനിൽ എന്ന് പറഞ്ഞാൽ തല കുത്തനായിരിക്കും നമുക്ക് ഇമേജ് കാണാം. ഈ ഇമേജ് ഇവിടുന്ന് കാണുന്ന ഇമേജിനെ നമ്മുടെ ഒപ്റ്റിക്കൽ നെർവിലൂടെ ബ്രെയിനിലേക്ക് പാസ് ചെയ്യുന്നു. ബ്രെയിനിൽ പാസ് ചെയ്തതിന് ശേഷം ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യുന്നു. അത് പ്രോസസ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇമേജിനെ സ്ട്രെയിറ്റ് ആക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ആ ഇമേജിനെ 3D ഇമേജ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രണ്ടും ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ആ ഇമേജ് നമുക്ക് സെൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും ഈ നമ്മുടെ ഹ്യൂമൺ ഐനകത്ത് നടക്കുന്നത്. ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ സെൻസർ ഡിവൈസസുകളിലേക്കും അല്ലെങ്കിൽ ക്യാമറ പോലെയുള്ള ഡിവൈസസിലേക്കും കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിനകത്ത് ഈ ഒരു ഇവിടെ ഒരു ഫോക്കൽ പോയിന്റ് ഉണ്ട്. ഈ ഫോക്കൽ പോയിന്റ് അവിടുന്ന് ലെൻസിൽ നിന്ന് നമ്മുടെ റെറ്റിനയ്ക്കുള്ള ഒരു ലെങ്ത് ഉണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ഫോക്കൽ ലെങ്ത് എന്നുള്ളത്. ഇതേപോലെ തന്നെ നമ്മുടെ ക്യാമറക്കകത്തും നമുക്ക് ഒരു ഫോക്കൽ പോയിന്റ് ഉണ്ട്. ആ ഫോക്കൽ പോയിന്റും അതിന്റെ ക്യാമറ ഇമേജ് ഫോർമേഷൻ ചെയ്യുന്ന സ്പേസും തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്നത് ഫോക്കൽ ലെങ്ത് എന്നുള്ളതാണ്. നമ്മുടെ കണ്ണിനകത്തുള്ള അതേ പ്രോസസ്സിങ് തന്നെയാണ് ശരിക്കും ക്യാമറയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. when the lens of the human eye focus on the image of the outside world onto a light sensitive membrane in the back of the eye called retina, the image is formed. നമ്മൾ എന്ത് ചെയ്യും, ആ ഇമേജിലുള്ള ലൈറ്റ് നമ്മുടെ റെറ്റിനയിലേക്ക് പതിക്കും. The lens of the eye focus the light on the photoreceptive cells of the retina, which detect the photons of the light and responds by producing the neural impulses. ആ ഇമേജ് അല്ലെങ്കിൽ ആ കാണുന്ന ഇമേജിന്റെ ലൈറ്റ് നമ്മുടെ ലെൻസിലൂടെ നമ്മുടെ റെറ്റിനയിലേക്ക് പാസ് ചെയ്യുന്നു. ഇനി the distance between the lens and the retina is 17 mm. നമുക്ക് ലെൻസ് മുതൽ ഈ റെറ്റിന വരെയുള്ള സ്പേസ് എന്ന് പറയുന്നത് 17 mm ആണ്. ദെൻ ഈസ് അപ്രോക്സിമേറ്റ്ലി 14 mm to 17 mm. അത് ചിലർക്ക് 14 mm മുതൽ 17 mm വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ the refractive power of the lens is increased from the minimum to maximum. റിഫ്രാക്റ്റീവ് പവർ മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്കാണ് ഇൻക്രീസ് ചെയ്യുന്നത്. when the eye focus on object further away from about 3 meter, 3 മീറ്ററിലും അധികമുള്ള ഒരു സ്ഥലത്തുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ we have to use the lowest refractive power. നമ്മൾ യൂസ് ചെയ്യുന്നത് ലോവസ്റ്റ് റിഫ്രാക്റ്റീവ് പവർ ആണ്. അതേപോലെ അടുത്തുള്ള ഒബ്ജക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ we have to use the highest റിഫ്രാക്റ്റീവ് പവർ. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു ഇമേജ് ഇവിടെ 15 മീറ്റർ ഇമേജ് ആണ് നമ്മൾ ഇവിടെ ഒറിജിനൽ ഇമേജ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിലേക്ക് അത് എത്തുന്ന സമയത്തുള്ള ഇമേജിന്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.55 mm ആയിരിക്കും. ഓക്കെ, അതിനുള്ള കാരണം നമ്മൾ ഇതിന്റെ ഹൈറ്റ്, ദെൻ നമ്മുടെ കണ്ണിലെ ലെൻസും ഈ ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ്,
ദെൻ ഫോക്കൽ ലെങ്തിന്റെ ഡിസ്റ്റൻസ്, ഇതൊക്കെ വെച്ചിട്ടാണ് ആ ഇമേജ് നമ്മുടെ കണ്ണിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജിന്റെ ലെങ്ത് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15/100, 15 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്, ദെൻ ആ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ്, നമ്മുടെ കണ്ണിലെ ലെൻസ് മുതൽ ആ ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 15/100 ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഒബ്റ്റൈൻഡ് ബൈ ഇൻ ദ റെറ്റിന, ആ റെറ്റിനയിൽ ഒബ്റ്റൈൻ ചെയ്യുന്ന ഹൈറ്റ് ഡിവൈഡഡ് ബൈ ദി ഫോക്കൽ ലെങ്ത് 70. സോ h is equal to 2.5 mm എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കണ്ണിൽ എങ്ങനെയാണ് ഒരു ഇമേജ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സിമ്പിളാണ്, നമ്മൾ ഓൾറെഡി നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് പഠിച്ചു കഴിഞ്ഞ അതേ കാര്യം തന്നെയാണ് നമുക്ക് ഇതിലും പറയാനുള്ളത്.